ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് അലീനയുടെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ നേരെ ഞാൻ വിശേഷത്തിലേക്ക് തന്നെ കടക്കുകയാണ്. അങ്ങനെ ശരണ്യ തിരിച്ചെത്തിയിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ നിന്ന്. ശരണ്യയുടെ അവസ്ഥ വളരെയധികം ദയനീയമാണ്. മാനസികമായിട്ടും ശാരീരികമായിട്ടും ആ കുട്ടി ആകെപ്പാടെ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുകയാണ്. ആഹാരമൊന്നും കഴിക്കാതെ, അവർ പറയുന്നതൊന്നും അച്ഛനോ അമ്മയോ പറയുന്നതൊന്നും കേൾക്കാതെ, അവർ ചോദിക്കുന്നതിന് ആൻസർ പറയാതെ വേറെ എന്തൊക്കെയോ പ്രതികരിക്കുന്നു. ഏതായാലും അതൊന്നും അല്ല ഇന്നലത്തെ ലാസ്റ്റ് സീന എന്ന് പറയുന്നത്. നമ്മുടെ മനു വന്ന് ബബിതയെ കുറേ ഉപദേശിച്ചിട്ട് പോയിട്ടുണ്ട്. ബബിത ഏകദേശമൊക്കെ സ്വാഭാവികമായിട്ടും ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ബബിതയോട് പറഞ്ഞിരിക്കുന്നത്. ബബിതയുടെ ഒരു വീഡിയോ ക്ലിപ്പും ലീക്ക് എങ്ങാണ്ടൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ബബിതയോട് പറഞ്ഞിട്ട് പോയത്. ഏതായാലും നമ്മുടെ അലീന ഇന്ന് ശരണ്യെ കാണാനായിട്ട് പോകുന്നതാണ് പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ശരണ്യെ കാണാനായിട്ട് നമ്മുടെ അലീന പോകുമ്പോൾ അലീനയ്ക്ക് സംഭവിക്കുന്ന കുറച്ച് ധാരണീയമായ അവസ്ഥയുണ്ട് കേട്ടോ. അലീന അവിടെ നേരിടേണ്ടി വരുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ അലീന വിചാരിക്കാതിരുന്ന സംഭവങ്ങളാണ്. അലീനയ്ക്ക് ഒരിക്കലും ഇത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല അലീന അങ്ങോട്ടേക്ക് പോകുന്നത്. നമ്മുടെ ശരണ്യെ ഒന്ന് കാണണം, ശരണ്യെ കണ്ട് സംസാരിക്കണം, ആ കുട്ടിയെ എന്തെങ്കിലും രീതിയിൽ സമാധാനിപ്പിക്കണം. തൻ്റെ സഹോദരൻ കൂടെ ചേർന്നിട്ടാണല്ലോ ഈ അവസ്ഥ അതിനുണ്ടാക്കി വെച്ചത്. അപ്പം നമ്മുടെ അലീന ഒരു പെൺകുട്ടി എന്ന നിലയിൽ നമ്മുടെ അലീനയ്ക്ക് ഇതേ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അലീന പ്രതിരോധിച്ചു എല്ലാത്തിനെയും. അലീനയ്ക്ക് അതിനുള്ള ഒരു പവർ ഉണ്ടായിരുന്നു. പക്ഷെ ശരണ്യയ്ക്ക് ആ ഒരു പവർ ഇല്ലായിരുന്നു. മാത്രമല്ല ശരണ്യയോട് ഒരു ചെറിയൊരു മാപ്പൊക്കെ ചോദിക്കണം. ഒരുപക്ഷെ അന്ന് കേസ് കൊടുത്തിരുന്നെങ്കിൽ വീണ്ടും ഒരു ശരണ്യ ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി അങ്ങനെ പോകാൻ വേണ്ടി തീരുമാനമെടുത്തു. നമ്മുടെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്നു. ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്ന് ഒരു കോഫിയൊക്കെ ആയിട്ട് ചെന്നിട്ട് നമ്മുടെ ബാലചന്ദ്രനോട് പറയുകയാണ്, അച്ഛാ ഞാൻ ഒരു സ്ഥലം വരെ പോവുകയാണ്, എനിക്ക് പോയേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ നീ എങ്ങോട്ടേക്കായി പോകുന്നത്? ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നീ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ വേറെ എങ്ങോട്ടേക്കും അല്ല, അച്ഛനറിയാലോ നമ്മൾ കാരണം ഒരു കുടുംബം, നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങൾ കാരണം ഇപ്പോൾ ഒരു കുടുംബമാകെ തകർന്ന തരിപ്പണമായിട്ട് നിൽപ്പുണ്ട്. അത് വേറെ ആരുമല്ല, ശരണ്യയും ശരണ്യയുടെ വീട്ടുകാരുമാണ്. ശരണ്യ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചെത്തി. ആ കുട്ടിയുടെ അവസ്ഥ വളരെയധികം ദയനീയമാണെന്നാണ് എല്ലാവരും പറയുന്നത്. നാട്ടുകാരെല്ലാം അവളുടെ സൈഡിലുണ്ട്. നാട്ടുകാരെല്ലാവരും അവളെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ നാട്ടുകാർ സപ്പോർട്ട് ചെയ്യാൻ കാണും. ആരും അവളെ താങ്ങി പിടിക്കാനോ അവൾക്കൊരു ആശ്വാസ വാക്ക് പകർന്നു കൊടുക്കാനോ ഒന്നും കാണത്തില്ല. ആൾക്കാർ ഈ ഒരു പ്രശ്നം ഇത്രയും രൂക്ഷമായി നിൽക്കുന്നത് കൊണ്ട് ആൾക്കാർ എന്തെങ്കിലും രീതിയിൽ അവളെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ അങ്ങനെ സപ്പോർട്ട് ചെയ്താൽ പോരല്ലോ, നമുക്ക് ഒരു ബാക്ക് സപ്പോർട്ട് വേണം. അപ്പം എനിക്ക് അത് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിലെ ഒരാളാണല്ലോ അവളെ തകർത്ത് തരിപ്പണമാക്കിയത്. അതിൽ ഒരു പങ്ക് നമുക്കും ഉണ്ടല്ലോ. മാത്രമല്ല അച്ഛാ, അന്നൊരു പക്ഷേ ഞാൻ രോഹിത്തിനും ഹരിക്കുമെതിരെ കേസ് കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ശരണ്യ വീണ്ടും ഉണ്ടാവില്ലായിരുന്നു. ശരണ്യ എന്ന് പറയുന്ന ഈ കുട്ടിക്ക് ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു. അപ്പം എൻ്റെ ആ ഒരു നിലയിൽ ഞാൻ അതിനോട് ചെന്ന് എനിക്കൊരു മാപ്പ് പറയണം, അവളെ ആശ്വസിപ്പിക്കണം, അവൾക്കൊരു കരുത്ത് പകർന്നു കൊടുക്കണം. എനിക്ക് പറ്റും, അതെനിക്ക് ഉറപ്പാണ്. ഞാൻ അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. അവളുടെ അവസ്ഥ വളരെയധികം ദയനീയമാണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ നീ എങ്ങോട്ടായി പോകുന്നു? നീ ഒന്ന് ഓർത്തോണം, നിന്റെ ആങ്ങളെ ജയിലിൽ കയറ്റിയവരുടെ പക്ഷമാണോ നീ നിൽക്കുന്നത്? അവർ നമ്മുടെ എതിർഭാഗമാണ്. അത് നീ മനസ്സിലാക്കാത്തത് എന്താ അലീന? നീ എന്തിനാ അങ്ങോട്ടേക്ക് പോകുന്നത്? ഒരിക്കലും അവരെ അല്ല നീ സപ്പോർട്ട് ചെയ്യേണ്ടത്. നീ ഇപ്പം രോഹിത്തിനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അവർ നമ്മുടെ എതിരാളികളാണ് എന്ന് നീ മറക്കരുത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരിക്കലും ശരണ്യയോ ശരണ്യയുടെ കുടുംബക്കാരോ എൻ്റെ എതിരാളികളല്ല അച്ഛാ. എനിക്ക് അങ്ങനെ എതിരാളികളില്ല. ഞാൻ ആരുടെയും പക്ഷം പിടിക്കുന്നതുമല്ല. ഒരു പെൺകുട്ടി എന്ന നിലയിൽ എനിക്ക് അവളെ നന്നായിട്ട് നോക്കി കാണാൻ സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഞാൻ നേരിട്ട അതേ പ്രശ്നം തന്നെയാണ് ആ കുട്ടി നേരിട്ടിരിക്കുന്നത്. എനിക്കതിനുള്ള പവറും കഴിവും ഒക്കെ ഉള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? അത് പ്രതിരോധിച്ചു. പക്ഷേ ആ ഒരു അവസ്ഥ എനിക്ക് വന്നിരുന്നെങ്കിലോ? അതുകൊണ്ട് ഒരു പെൺകുട്ടിക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരരുത്. ഒരു പക്ഷേ അവൾക്ക് വേറെ ആരും താങ്ങോ തണലോ ആയിട്ടുണ്ടാവില്ല. ഒരു കൂട്ടുകാരിയായിട്ട് എനിക്ക് അവളുടെ കൂടെ നിന്നേ പറ്റത്തുള്ളൂ. അതിനിപ്പം പ്രതികൾക്ക് ഏതറ്റം വരെ ശിക്ഷ മേടിച്ചു കൊടുക്കാൻ പറ്റുമോ അത് മേടിച്ചു കൊടുക്കാനും ഞാൻ അവളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലീന അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. ബാലചന്ദ്രൻ വേണ്ട എന്ന് പറഞ്ഞിട്ടും നമ്മുടെ അലീന അത് കാണാനോ കേൾക്കാനോ ഒന്നും കൂട്ടാക്കിയില്ല. അലീനയ്ക്ക് ഒരു ഒറ്റ ചിന്തയേ ഉള്ളൂ, ആ പെൺകുട്ടി തകർന്നിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ അതിനെ ഒന്ന് സമാധാനിപ്പിക്കണം. അതിനെ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് തൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാളാണല്ലോ അവളുടെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമായ ഒരാളായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ദൈവത്തിന് നിരക്കാത്തത് ചെയ്യരുത്. ദൈവത്തിൻ്റെ മുമ്പിലെങ്കിലും
താൻ തെറ്റ് ചെയ്തിട്ടില്ല, ദൈവത്തിന്റെ മുമ്പിലെങ്കിലും തനിക്ക് ഒരു തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണമെങ്കിൽ അലീനയ്ക്ക് അവിടെ ചെന്ന് പറഞ്ഞ് ഇതൊക്കെ പറഞ്ഞ് ആ പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ, അലീനയ്ക്ക് അതിന് സാധിക്കും എന്ന് അലീനയ്ക്ക് ഒരു ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടാണ് അലീന അങ്ങോട്ടേക്ക് പോകുന്നത് കേട്ടോ. ഏതായാലും ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബബിതയെ കുറിച്ചുള്ള ആ ഒരു രഹസ്യങ്ങൾ ചോർന്നിരിക്കുകയാണ്. ബബിതയുടെ ആ ഒരു വീഡിയോ ലീക്കായിരിക്കുകയാണ്. ഏതായാലും ബബിത ഇത് കേട്ട് ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴത്തേക്കും കൃഷ്ണമോള് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, മനുവേട്ടൻ വന്നിട്ട് പോയതിൽ പിന്നെ ബബിതേച്ചിക്ക് ഒരു മിണ്ടാട്ടോ അനക്കോ ഇല്ലല്ലോ, എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ നീ എൻ്റെ മുമ്പിൽ നിന്ന് മാറിപ്പോടി, മനുഷ്യൻ ഇവിടെ ചത്തു മരവിച്ചിരിക്കുമ്പോഴത്തേക്കും അവൾ ഓരോന്ന് പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് പറയുമ്പോൾ അല്ല, മനുവേട്ടൻ വന്നിട്ട് എന്തോ പറഞ്ഞു, അപ്പം മുതൽ ചത്തു മരവിക്കാൻ മാത്രം എന്താണ് ബബിത ചേച്ചി ഇവിടെ ഉണ്ടായത്, ഇത്രയും ദിവസം ഇവിടെ ഭൂകമ്പം ഉണ്ടായിട്ടും ബബിത ചേച്ചിക്ക് ഒരു കുലുക്കം ഉണ്ടായിട്ടില്ല, പക്ഷെ ഇപ്പം എന്താ ബബിത ചേച്ചിക്ക് പറ്റിയതെന്ന് ചോദിക്കുമ്പം നിന്നോടല്ലേ കൃഷ്ണമോളെ മാറിപ്പോകാൻ പറഞ്ഞത്, എനിക്കൊരു കുലുക്കവും ഇല്ല, നിങ്ങൾ മാറിപ്പോകുന്നുണ്ടോ, നീ അലീനയുടെ പുറകെ പോയി നടന്നു, നീ എൻ്റെ പുറകെ കൂടുതൽ നടക്കാനൊന്നും വരണ്ട, ഞാൻ എന്തേലും ചെയ്തോളാം, ഈ വീട്ടിൽ എന്താ നടക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല, ഇപ്പം ദേ അമ്മ വേറൊരു വഴിക്കാണെന്ന് മനുവേട്ടൻ പറയുന്നു, ഏത് വഴിക്കാണെന്ന് പോലും എനിക്കറിയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. ഏതായാലും നിങ്ങളെല്ലാവരും എൻ്റെ മുമ്പിൽ നിന്ന് മാറിപ്പോക്കോ, എനിക്ക് പറ്റത്തില്ല, എന്നോട് ആരും ഒന്നും പറഞ്ഞുകൊണ്ട് വരണ്ട, എനിക്ക് എൻ്റേതായ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് 18 വയസ്സ് പൂർത്തിയായതാണ്, ആരും എന്നെ അടക്കി ഭരിക്കാനൊന്നും വരണ്ടെന്ന് പറഞ്ഞു 2 കുലുക്കവും കുലുക്കി 2 ചാട്ടവും ചാടിയിട്ട് നമ്മുടെ ബബിത അങ്ങ് പോവുകയാണ്. ബബിത റൂമിലേക്ക് പോയപ്പോഴത്തേക്കും കൃഷ്ണമോള് ഇതിപ്പോൾ ആര് പറഞ്ഞിട്ടും കാര്യമില്ല, പോത്തിനോട് വേദം ഓതുന്ന പോലെയാണ്, ആര് പറഞ്ഞിട്ടും കാര്യമില്ല, ആര് പറഞ്ഞിട്ടും ഇതൊന്നും കേൾക്കാൻ പോകുന്നില്ല എന്ന മട്ടിൽ നമ്മുടെ കൃഷ്ണമോള് മാറിപ്പോയപ്പോഴത്തേക്കും അലീന അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നത് കണ്ടിട്ട് അലീനയോട് കൃഷ്ണമോള് ചോദിക്കുകയാണല്ല, അലീന ചേച്ചി ഇത് എവിടെ പോവുകയാണെന്ന് ചോദിച്ചു. അത് പിന്നെ മോളെ ഞാൻ പുറത്ത് വരെ പോവുകയാണ്, ഇവിടത്തെ കാര്യങ്ങളൊക്കെ മോളൊന്ന് നോക്കിക്കോണം, ഞാൻ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ, ഒരു 3-4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ എന്ന് പറയുമ്പോൾ അല്ല അലീന ചേച്ചി ഇത് എങ്ങോട്ടാണ് പോകുന്നത്, പറഞ്ഞിട്ട് പോ അലീന ചേച്ചി എന്ന് പറയുമ്പോൾ വേറെ എങ്ങോട്ടേക്കും അല്ല, ഞാൻ ആ ശരണ്യ എന്ന് പറയുന്ന പെങ്കൊച്ചിനെ കാണാൻ വേണ്ടി പോകുമെന്ന് പറയുമ്പോൾ ശരണ്യനെയോ, ആ ചേച്ചി ഹോസ്പിറ്റലിലല്ലേ, ഹോസ്പിറ്റലിൽ നിന്ന് അത് തിരിച്ചെത്തി കൃഷ്ണമോളെ, ആ കുട്ടിയുടെ അവസ്ഥ വളരെയധികം ദയനീയമാണ്, നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല കാര്യങ്ങളൊക്കെ, ആ കുട്ടിക്ക് ഇപ്പം ഒരു മാനസിക നില തെറ്റിയൊരു അവസ്ഥയാണ്, ഒരുപക്ഷെ നമ്മളും അതിന് കാരണക്കാരാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കതിനെ കണ്ടേ പറ്റത്തുള്ളൂ, എനിക്കതിനെ കണ്ട് അതിനെ ഒന്ന് സമാധാനിപ്പിക്കണം, അവളോട് മാപ്പ് ചോദിക്കണം എന്ന് പറയുമ്പോൾ ചേച്ചി എന്തിനാണ് മാപ്പ് ചോദിക്കുന്നത്, അത് വേറൊന്നിനുമല്ല, മാപ്പ് ചോദിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും കൂടെ ഒരു കാരണക്കാരി തന്നെയാണ്, ഞാൻ അന്ന് കേസ് കൊടുത്തിരുന്നെങ്കിൽ ഒരിക്കലും ഒരുപക്ഷെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ലായിരുന്നു, അന്ന് ഇവന്മാരെ പിടിച്ചോണ്ട് പോയേരെ, പിന്നെ പോലീസുകാരുടെ ഇന്ന് തല്ല് കിട്ടുമ്പോൾ ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ടായേരെ, പക്ഷേ ഒന്ന് ഓർക്കണം, ഞാൻ അന്ന് ചെയ്യാത്തതിൻ്റെ ഫലം ഇപ്പോൾ അനുഭവിച്ചത് ശരണ്യ എന്ന് പറയുന്ന ആ പെൺകുട്ടിയാണ്, അപ്പം അതിനെനിക്ക് മാപ്പ് ചോദിക്കണം, മാത്രമല്ല ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ നാട്ടുകാർ അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ അവളുടെ കൂടെ നിൽക്കും, അവളെ പ്രഷർ ചെയ്യും, കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ അവളെ വീണ്ടും ഓർമ്മിച്ച് കുത്തി കുത്തി വേദനിപ്പിക്കും, അവൾക്ക് ഇപ്പം അതൊന്നും അല്ല വേണ്ടത്, അവൾക്കിപ്പോൾ സപ്പോർട്ടായിട്ട് ഒരാളുടെ കൂടെ വേണം, സമാധാനിപ്പിക്കാനും ആശ്വാസവാക്കുകൾ പറയാനും ഒക്കെ ഒരു കൂട്ടുകാരി ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ആ പെങ്കൊച്ചിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. ഒരിക്കലും അവളുടെ കൂട്ടുകാരികളുടെ അവളുടെ അച്ഛനോ അമ്മയോ ഒന്നും അതിൻ്റെ അടുത്തേക്ക് ഇനി വിടത്തില്ല, കാരണം ഈ ഒരു അവസ്ഥയിൽ കുറ്റപ്പെടുത്താൻ 100 പേര് കാണും, പക്ഷേ അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒരാളെങ്കിലും വേണ്ടേ, അപ്പോൾ അതിനുവേണ്ടിയായിരിക്കും ചിലപ്പോൾ ദൈവം എന്നെ നിയോഗിപ്പിക്കപ്പെട്ടത്, അപ്പോൾ അതുകൊണ്ട് ഞാൻ അവളുടെ അടുത്ത് പോയി എനിക്ക് അവളെ ഒന്ന് ആശ്വസിപ്പിക്കണം, അവൾക്ക് ആശ്വാസവാക്ക് പകരണം, അതിനുവേണ്ടിയാന്ന് പറയുമ്പോൾ അല്ല അലീന ചേച്ചി, അല്ല നമ്മുടെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എതിരാളിയല്ലേ ശരണ്യ എന്ന് പറയുമ്പോഴത്തേക്കും മോളെ കൃഷ്ണൻ നീയും ഇങ്ങനെ പറയരുത്, നീ നിന്റെ അച്ഛനെ പോലെ തുടങ്ങരുത്, നിന്റെ അച്ഛനെയും പറഞ്ഞ് നീയാ മനസ്സിലാക്കേണ്ടത്, നീ ഒരു പെണ്ണാണ് ഞാനും ഒരു പെണ്ണാണ്, ഒരു പക്ഷേ നമുക്ക് തന്നെ ആയിരിക്കാം ഈ അവസ്ഥ വീണ്ടും വരിക, അതുകൊണ്ട് തന്നെ മോളെ നീ അങ്ങനെ ഒരിക്കലും പറയരുത്, നീ ആ ഒരു രീതിയിൽ ചിന്തിക്കരുത് എന്നിങ്ങനെ പറഞ്ഞ് കൃഷ്ണമോളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുകയാണ്. അപ്പം കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, നീ ഒറ്റയ്ക്ക് തന്നെ അല്ല അലീന ചേച്ചി ഒറ്റയ്ക്ക് തന്നെ കാണിക്കാനാണ് അലീന ചേച്ചി അങ്ങോട്ട് പോകുന്നത്, ആരെങ്കിലും കൂട്ടിക്കൊണ്ട് പോയാലും കുഴപ്പമില്ല, ഇപ്പം അലീന ചേച്ചി ഒറ്റയ്ക്ക് അവിടെ ചെന്ന് കയറി കഴിയുമ്പോൾ അവിടെ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം എന്താണെന്ന് അലീന ചേച്ചിക്ക് അറിയുമോ, അതുകൊണ്ട് അലീന ചേച്ചി ഒറ്റയ്ക്ക് പോകണ്ട അലീന ചേച്ചി എന്നൊക്കെ പറയുമ്പം ഇല്ല, എനിക്ക് ആരുടെയും കൂട്ട് വേണ്ട, എൻ്റെ കൂട്ടുകാരി ഞാൻ തന്നെയാണ്, എനിക്കൊരു ആത്മവിശ്വാസമുണ്ട്, എനിക്ക് ആരുടെയും ആവശ്യമില്ല, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ഞാൻ പേടിക്കുന്നത്, എനിക്ക് ആ കുട്ടിയെ പോയി കാണുന്നത് കൊണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അലീന ആ ഒരു ധൈര്യത്തോടു കൂടിയാണ് നമ്മുടെ ശരണ്യനെ കാണാനായിട്ട് അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ നമ്മുടെ അലീന അവിടെ നിറങ്ങി നേരെ പോകുന്നത് ശരണ്യയുടെ വീട്ടിലേക്കാണ്. അപ്പം ഈ അലീന പോകുമ്പോൾ എനിക്ക് തോന്നുന്നത്, നമുക്ക് ഫുൾ വിശേഷം കിട്ടിയിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ കൺഫേം പറയാത്തത് കേട്ടോ, എനിക്ക് തോന്നുന്നത് മീൻസ് നമ്മുടെ നോവലിനൊക്കെ ഏകദേശം ഇങ്ങനെ ആയിരുന്നു കഥ. അപ്പം നമ്മുടെ ഷാജി ഉണ്ടല്ലോ, അപ്പം ഷാജിയുടെ ആ ഒരു ഓട്ടോ പിടിച്ചിട്ടാണ് നമ്മുടെ അലീന സംഭവ സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പം അലീന പോകുന്നത് ഷാജി എന്ന് പറയുന്ന പുള്ളിക്കാരനെ നിങ്ങൾക്ക് അറിയായിരിക്കും.
ഈ ഓഫനേജിലൊക്കെ സാധനം കൊടുക്കാൻ പോകുമ്പോഴത്തേക്കും ആ പുള്ളിക്കാരൻ്റെ ഓട്ടോയ്ക്കാണ് ഇപ്പോൾ സ്ഥിരം നമ്മുടെ അലീന പോകാറുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അപ്പം അലീന ആ പുള്ളിക്കാരനെ വിളിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. അപ്പം ആ പുള്ളിക്കാരൻ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ല കൊച്ചൻ, ഈ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന വീട്ടിലെ ആ പയ്യന് എന്തോ ഇത് ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്തുവെന്നോ ഒക്കെ വലിയൊരു കേസായി തീർന്നല്ലോ, അല്ല നിന്നെക്കുറിച്ചും വാർത്തയൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് ശരിയാണ് ചേട്ടാ, എന്ത് ചെയ്യാനാണ്, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പം കൊച്ചൻ നീ എന്തിനാ പിന്നെ ആ വീട്ടിൽ തുടരുന്നത്, നിനക്ക് ആ വീട് വിട്ടിറങ്ങി പൊക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ ഷാജി. അപ്പോഴത്തേക്കും അലീന പറയുന്നുണ്ട് അങ്ങനെ ആ വീടുമായിട്ടുള്ള ബന്ധം എനിക്ക് അവസാനിപ്പിക്കാൻ പറ്റത്തില്ല, അവിടെ ഉള്ളവരോട് എനിക്കൊരു കടപ്പാടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ നീ ഉണ്ട ചോറിനോട് നന്ദി കാണിക്കുന്നതാണോ, സ്വന്തം ജീവൻ പണയം വെച്ചിട്ട് വേണോ ഉണ്ട ചോറിനോട് നന്ദി കാണിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പം ഒരിക്കലും എൻ്റെ ജീവൻ അവിടെ എൻ്റെ ജീവന് സുരക്ഷിതത്വമൊന്നും ഇല്ലായ്മയില്ല, അതെനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. മാത്രമല്ല ഇങ്ങനെ ഒരു ആപത്തിൽ ചെന്ന് ചാടുമ്പോൾ അവരെ ഇട്ടിട്ട് ഓടിപ്പോകാനും മാത്രം ഒന്നും ദുഷ്ടത്തെയൊന്നും അല്ല ഞാൻ, അത്രമാത്രം ഒരു ഇതില്ല എനിക്ക് അത്രമാത്രം ഒന്നും എനിക്ക് അറിയത്തില്ല. പിന്നെ എനിക്കവിടെ കുറച്ച് കടപ്പാടുകളൊക്കെ ഉണ്ട്, ആരോടും പറയാത്ത രീതിയിലുള്ള കടപ്പാടുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അല്ല മോളെ അലീന, നിന്നെക്കുറിച്ച് വെറും ചീത്ത വാക്കുകളാണല്ലോ എല്ലാവരും നാട്ടിലുള്ളവരെല്ലാം പ്രചരിപ്പിക്കുന്നത്, നീ അവിടുത്തെ ബാലചന്ദ്രൻ സാറുമായിട്ട് എന്തൊക്കെയോ ബന്ധമുണ്ടെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അലീന പറയുന്നുണ്ട് ആൾക്കാരിങ്ങനെ ഓരോന്ന് പറയും, പക്ഷെ നമുക്ക് വേണ്ട, പറ്റില്ല, അത് പറയരുത് എന്നൊന്നും പറഞ്ഞ് നമുക്ക് ആരുടെയും ഒന്നും മൂടിക്കെട്ടാനൊന്നും പറ്റത്തില്ലല്ലോ, പറയുന്നവർ പറയട്ടെ, ഗോസിപ്പുകൾ ധാരാളം വരുമല്ലോ, അതൊന്നും ഞാൻ കേൾക്കാൻ തയ്യാറല്ല. മാത്രമല്ല ജനങ്ങളുടെ മൂടിക്കെട്ടുക എന്നൊക്കെ പറയുന്നതൊന്നും ഒരിക്കലും എനിക്ക് സാധ്യമല്ലെന്നറിയാം. പിന്നെ മാത്രമല്ല ഞാൻ എന്തിനാണ് ഭയപ്പെടേണ്ടത്, ഞാൻ തെറ്റ് ചെയ്യാത്ത പക്ഷം ഞാൻ ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ മോളിപ്പോൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്, മോളെന്നല്ല അലീന ഇപ്പോൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചപ്പം ഞാൻ പോകുന്നത് ആ ശരണ്യ എന്ന് പറയുന്ന പെങ്കൊച്ചിൻ്റെ വീട്ടിലേക്കാണെന്ന് പറയുമ്പം ആ ശരണ്യ നല്ല കേട്ടു പരിചയമുണ്ട് പേരാണല്ലോ എന്ന് പറയുമ്പോൾ അതെ ഇപ്പം പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽപ്പുണ്ടല്ലോ ശരണ്യ എന്ന് പറയുന്ന പേര്, അതെ 4 ക്രൂരന്മാർ ചേർന്ന് ആ പെങ്കൊച്ചിനെ ഇല്ലാതാക്കില്ല, ആ പെങ്കൊച്ചാണ് ശരണ്യ എന്ന് പറയുമ്പോൾ അയ്യോ മോളെ നീ അങ്ങോട്ടേക്ക് പോകുന്നത് എന്തിനാണ്, നീ ആ കുടുംബത്തിലെ സെർവൻ്റ് ആണെന്ന് അവർക്ക് അറിയാമല്ലോ, അപ്പം അങ്ങനെ നീ പോയി കഴിയുമ്പോൾ നിനക്ക് അവിടെ നേരിടേണ്ടി വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് എന്തായിരിക്കും നിനക്ക് അറിയാലോ എന്ന് പറയുമ്പം അതൊന്നും സാരമില്ല ഏട്ടാ, എനിക്ക് പോയേ പറ്റത്തുള്ളൂ ഏട്ടാ, എനിക്ക് അവളെ പോയൊന്ന് കാണണം ഏട്ടാ, കാരണം അവളുടെ ആ കുട്ടിയുടെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് അറിയണം ഏട്ടാ എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും നീ പോകുമ്പോൾ സൂക്ഷിച്ചു വേണം പോകാനായിട്ട്, നാട്ടുകാർ ഇളകിയിരിക്കുകയാണ്, അതുപോലെ തന്നെ അവളുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴുള്ള അവസ്ഥയൊക്കെ നീ ഒന്ന് ആലോചിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്ത് വന്നാൽ നേരിടാൻ ഞാൻ തയ്യാറാണ് എന്ന്. പിന്നെ മാത്രമല്ല എന്നെ എന്ത് ചെയ്യാനാണ്, എന്നെ അവരെന്ത് ചെയ്യാനാണ്, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്, അവരെന്നെ ഒന്നും ചെയ്യില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അലീനയ്ക്ക് തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അങ്ങോട്ട് പോകാനായിട്ട്. അങ്ങനെയാണ് അലീന അങ്ങോട്ടേക്ക് പോകുന്നത്. അങ്ങനെ പുള്ളിക്കാരനെ കുറിച്ച് മാറ്റി നിർത്തിയിട്ട് ഞാനിപ്പോൾ വരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നേരെ നമ്മുടെ ശരണ്യയുടെ അടുത്തേക്ക് പോകുന്നത്. അങ്ങനെ ശരണ്യയുടെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മുടെ അലീന അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നമെന്ന് പറയുന്നത് അതിരൂക്ഷമാണ് കേട്ടോ. നമ്മുടെ അലീനെ അവിടെ നേരിടേണ്ടി വരുന്നത് അത്രയും വലിയൊരു ദുരന്തത്തിന് സാക്ഷി വഹിക്കുന്നുണ്ട്. നമ്മുടെ ഷാജിയും കൂടെ അതിനൊരു സാക്ഷി വഹിക്കേണ്ടി വരികയാണ്. ഏതായാലും അലീനയെ അവിടെ നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് കല്ലെറിഞ്ഞ് അലീനയുടെ ആങ്ങള മണ്ണെണ്ണ ദേഹത്തൊഴിച്ച്, മണ്ണെണ്ണയാണോ പെട്രോളാണോ ദേഹത്തൊഴിച്ച് തീ കൊളുത്താനൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അത്രയധികം മർദ്ദനം നമ്മുടെ അലീനയ്ക്ക് ഏൽക്കേണ്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നമുക്ക് ഫുൾ വിശേഷം കിട്ടിയിട്ടില്ല കേട്ടോ, ഫുൾ വിശേഷം വിത്ത് ഡയലോഗ് സഹിതം എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല, ഫുൾ വിശേഷം നമുക്ക് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഫുൾ വിശേഷം ചെയ്യാത്തത്. പിന്നെ അപ്കമിങ് വിശേഷം ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്കമിങ് വിശേഷത്തിനോട് എല്ലാവർക്കും അത്രയ്ക്ക് വലിയ ഒരു കാര്യമില്ലെന്ന് തോന്നുന്നു, നമ്മൾ ഇട്ടിട്ട് വളരെയധികം വ്യൂസും കുറവാണ്. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം. അപ്കമിങ് വിശേഷമൊക്കെ വേണമെങ്കിൽ നമ്മൾ ഇടാട്ടോ, ഇടയ്ക്ക് അപ്കമിങ് വിശേഷമൊക്കെ ആയിട്ട് വരാട്ടോ. അപ്പം നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥയും നമ്മുടെ നയനയുടെയും ആദർശിൻ്റെയും കഥയൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ ജിൽ ചിന്നുവിലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസവും ഒക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഇപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് വെക്കണം, അതിനോടൊപ്പം തന്നെ ലൈക്ക് അടിക്കണം കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ ബൈ.